പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയെ തട്ടിക്കൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് കാപ്പിയുമായി ഒരു ഗുണ്ട വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടി മോളെ, നിന്നെ കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നല്ലോ. എന്നിട്ടും നിനക്ക് ഭക്ഷണം തരുമ്പോൾ നീ എന്തിനാ തരുന്നവരെയെല്ലാം ഉപദ്രവിക്കുന്നത്, അവരുടെ മുഖത്തേക്ക് തുപ്പുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇന്നാ ഈ കാപ്പി നീ കുടിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ, അതെ, ഇനിയും ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും, വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തു നിന്ന് പൊയ്ക്കോ എന്ന് വേദ പറയുകയാണ്. അപ്പോഴേക്കും അശോകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടാ ഇവൾ പറയുന്നത്? അതെ സാറേ, ഇവൾക്ക് എന്ത് ഭക്ഷണം കൊടുത്താലേ ഇവൾ കഴിക്കുന്നില്ല. കഴിക്കാൻ കൊടുക്കുന്നവരെ ഇവൾ ഉപദ്രവിക്കുന്നു. എന്ത് ചെയ്യണം സാറേ? അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, എന്താടി നിൻ്റെ അഹങ്കാരമൊന്നും അവസാനിച്ചില്ലേ? നീയല്ലേ പറഞ്ഞത് നിന്റെ മറ്റവൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന്? എന്നിട്ടെന്തേ അവനെ കാണുന്നില്ലല്ലോ? നിന്റെ വീട്ടുകാരും നിന്നെ അന്വേഷിക്കുന്നില്ല, വിക്രമിൻ്റെ വീട്ടുകാരും നിന്നെ അന്വേഷിക്കുന്നില്ല. ഇതിനർത്ഥം എന്താ? അവർക്ക് ആർക്കും നിന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ നിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്താലും നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയും വേണ്ട. എന്നിട്ട് ഗുണ്ടകളോടായി പറയുന്നുണ്ട്, എടാ ഞാനിവിടെ നിന്ന് പോവാണ്. ഞാൻ പോയ ഉടനെ തന്നെ നിങ്ങൾ ഇവളുടെ കഥ കഴിച്ചിരിക്കണം. എൻ്റെ മകൻ വിക്രമിനെ എന്തു ചെയ്തോ അതുപോലെ ഇവളെയും ചെയ്യണം. ഇവളെ ഇല്ലാതാക്കി ഇവളെ ശരീരം മുഴുവൻ ചതച്ചിരിക്കണം. കേട്ടോടാ? നിങ്ങൾ 5-6 പേരുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സാറേ, ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവിടെ നിന്നും പോകുന്നുണ്ട്. വേദയാണെങ്കിൽ പേടിയോടെ ഗുണ്ടകളെ നോക്കി നിൽക്കുകയാണ്. പിറകിൽ നിന്നും കൈകൊട്ടുന്ന സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു. ഇതേ സമയം നമ്മുടെ വിക്രം കൈകൊട്ടിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി അങ്ങോട്ട് കടന്നു വരികയാണ്. വിക്രമിനെ കാണുന്ന വേദ നല്ല സന്തോഷക്കുത്തോടുകൂടി ചിരിക്കുന്നു. ഇപ്പോൾ വിക്രമും വേദയെ നോക്കി ചിരിക്കുന്നു. ഗുണ്ടകളെല്ലാം വിക്രമിനെ കണ്ട് പകച്ചു നിൽക്കുകയാണ്. വിക്രം, എന്നെ രക്ഷിക്ക് വിക്രം, ഇവരുടെ കയ്യിൽ നിന്ന്. ഞാൻ നിൻ്റെ ഭാര്യയല്ലേ എന്ന് ഉറക്കി വിളിച്ച് ചോദിക്കുകയാണ് വേദ. ഇത് കേൾക്കുന്ന വിക്രം, എൻ്റെ ഭാര്യയോ? എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഏത്? എനിക്കെതിരായി കോടതിയിൽ സാക്ഷി പറഞ്ഞ് എന്നെ ജയിലിലാക്കാൻ നോക്കിയ ആ വേദ, അവളാണോ നീ എന്നിങ്ങനെ അറിയാത്ത മട്ടിൽ വേദയെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. വിക്രം, തമാശ കളിക്കല്ലേ, നിനക്കിതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയത്തില്ലേ? എന്നെ രക്ഷിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എന്ന് വേദ ഉറക്കെ പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിന്നെ രക്ഷിക്കാനോ? ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാ. പിന്നെ നിന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെയെല്ലാം ഇത്രയും പേരെ അടിച്ച് ഒതുക്കി വേണം ഞാൻ നിന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. അത് നിൻ്റെ കണ്ണിൽ തെറ്റല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? ആളുകളെ വെറുതെ അടിക്കാൻ പാടുമോ? അങ്ങനെ പാടില്ലെന്നെ നിൻ്റെ നിയമം പറയുന്നത്. ഇനി ഞാനെങ്ങാനും ഇവരെ അടിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ജയിലിൽ കയറ്റത്തില്ലേ? സാക്ഷിമൊഴി നീ തന്നെ കൊടുക്കും. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന ഗുണ്ടകൾ വേദയെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇത് കാണുന്ന വിക്രം ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, വേദ, ഇവന്മാരെ അടിക്കുന്നത് തെറ്റല്ലെന്ന് നിൻ്റെ നാവ് കൊണ്ട് തന്നെ പറയണം. ഉറക്കെ പറയും വേദ, എന്നാൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചു പോവാം എന്ന് പറയുന്നുണ്ട് വിക്രം. ഇത് കേൾക്കുന്ന നമ്മുടെ വേദ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഗുണ്ടകൾ വേദയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാടാ, നമുക്ക് ഓരോരുത്തരെയായിട്ട് ഇവളെ അങ്ങ് പരിചയപ്പെടാം എന്നൊക്കെ ഗുണ്ടകൾ ഇങ്ങനെ വൃത്തിയോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വേദയാണെങ്കിൽ അവരെ കണ്ട് പേടിച്ച് അടുത്തേക്ക് വരും തോറും പേടിച്ച് നിൽക്കുകയാണ്. അവളുടെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ട്. ഇത് കാണുന്ന വിക്രം വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ച് പറയുകയാണ്. വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ പ്രവൃത്തികൾ കണ്ട്. പറ വേദ, ഞാൻ അടിക്കുന്നത് തെറ്റല്ല എന്ന് നീ പറ വേദ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അടിക്ക് വിക്രം, അവർ ഓരോരുത്തരെയായി അടിച്ച് ഒതുക്ക് വിക്രം, എന്നെ രക്ഷപ്പെടുത്ത്, എല്ലാവരുടെയും കഥ കഴിക്ക് വിക്രം എന്നിങ്ങനെ വേദയും തിരിച്ച് ഉറക്കി വിളിച്ച് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം ഗുണ്ടകളെയെല്ലാം അടിച്ചൊതുക്കുന്നു. പിന്നീട് ഒരു ഗുണ്ട വന്ന് ഒരു വടി എടുത്തുകൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ തലയ്ക്ക് പിറകിൽ അടിക്കുകയാണ്. ആ അടിയുടെ ആഘാതത്തിൽ വിക്രം ബോധം കെട്ട് വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് സ്റ്റീഫനെയും അനിയൻകുട്ടനെയൊക്കെയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, അതെ, വിക്രം കുറേ നേരമായല്ലോ പോയിട്ട്, ഇങ്ങോട്ട് കാണുന്നില്ല. വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും ഇല്ലെന്ന് പറഞ്ഞു. വിക്രമിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്.
ഇവനിത് എവിടെ പോയി എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല നമ്മുടെ വേദയെങ്ങാനും അന്വേഷിച്ചിട്ട് പോയതായിരിക്കുമോ, അതോ ഞാൻ രാധയുടെ പിറകെ പോയോ എന്നൊക്കെ ഇങ്ങനെ സ്റ്റീഫൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, നമുക്കറിയില്ലേ നമ്മുടെ വിക്രമിനെ, രാധയെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ, വേദയുടെ കാര്യം അങ്ങനെ തന്നെ, അപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല, എന്നാലും ഇങ്ങോട്ടാ പോയതൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനിയൻകുട്ടൻ പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീനി സാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രം എവിടെ, വിളിക്കവനെ എന്നും പറഞ്ഞുകൊണ്ടാട്ടോ വരുന്നത്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, അത് സാറേ വിക്രം ഇവിടെ ഇല്ല. ഇല്ലേ, ഞാനും വിളിച്ചു നോക്കി, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൻ എവിടെ പോയി, നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ഇല്ല, അവൻ ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ബൈക്ക് എടുത്തുകൊണ്ട് പോയതാ, വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, എങ്ങോട്ടാ പോയെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അനിയൻകുട്ടൻ. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അതെ ആ അശോകൻ ഉണ്ടല്ലോ, അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ വിക്രമിനെതിരായി എന്തോ പ്ലാനിങ് ആണ്, മിക്കവാറും അവനെ കൊല്ലാനുള്ള ശ്രമമായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അത് ഞാൻ അവനെന്നോട് നേരിട്ട് പറയാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അവനില്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവനെ അറിയിക്കാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന അനിയനും കുട്ടനും സ്റ്റീഫനൊക്കെ പേടിച്ച് ഇരിക്കുന്നുണ്ട്. എങ്കിൽ ശരി, അവൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനി സാർ അവിടെ നിന്നും പോകുന്നുണ്ട്. വേദയെ കെട്ടിയിരിക്കുന്ന തൂണിൽ തന്നെ വിക്രമേയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. വിക്രമിന് ബോധം വരുന്ന സമയത്ത് വേദ സന്തോഷത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, നിനക്ക് ബോധം വന്നോ? എനിക്ക് സന്തോഷമായി കേട്ടോ, എനിക്ക് അറിയാമായിരുന്നു നീ എത്ര നേരം വൈകിയാലും എന്നെ അന്വേഷിച്ച് വരുമെന്ന്, എന്തെന്നാ നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ, അതെനിക്ക് അറിയാട്ടോ എന്നിങ്ങനെ പറയാട്ടോ. ആവാൻ പോകുന്ന നേരത്താണോടി നിൻ്റെ ഒരു തമാശ, ഏത് നേരത്താണാവോ എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത്, ഞാൻ തന്നെയാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ, ഏത് നേരത്താണാവോ നിന്നെ രക്ഷപ്പെടുത്താനെന്നും പറഞ്ഞ് എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത്, ഇനി എന്തായാലും പെട്ടുപോയില്ലേ, എടി ഇങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ചിന്തിക്ക്, ഒരു ഐഡിയ പറയും എന്ന് പറയാട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനൊരു പാവമല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നത്തിലൊക്കെ കുടുങ്ങുന്നത്, എനിക്ക് ഒരു പരിചയമില്ല, നീ തന്നെ പറ എന്ന് പറയാട്ടോ. നിൻ്റെ കയ്യിൽ വളയുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ വിക്രം. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഉണ്ട്, ഒരു 4 പവൻ്റെ ഒരു വളയുണ്ട്, ഒരു വള കാണാനില്ല വിക്രം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതെവിടെ പോയോ എന്തോ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ചാവാൻ പോകുന്ന നേരത്താ അവളുടെ ഒരു വള, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കടി, നീ വളയുണ്ടെങ്കിൽ ഇങ്ങത്താ ഉരുത്താ എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രമിൻ്റെയും വേദയുടെയും കൈകൾ ഒരേ ആംഗിളിൽ തന്നെ പിറകോട്ട് ഒരേ ഓപ്പോസിറ്റ് സൈഡിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. വേദ വിക്രമിനോട് പറയുന്നുണ്ട്, നീ തന്നെ ഊരിയെടുക്ക് വിക്രം, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, എനിക്ക് ഊരാൻ സാധിക്കുന്നില്ല, നീ ഊര് എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രം പതുക്കെ വേദയുടെ വളകൾ ഊരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിൻ്റെ ഫലമായി വിക്രം വേദയുടെ വള ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നിലത്ത് വെച്ച് ഒരു ബ്ലേഡ് പോലെ മൂർച്ചയുള്ളൊരു സാധനമാക്കി മാറ്റുന്നുണ്ട്, ഒരു ബ്ലേഡ് പോലെ ആക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് വിക്രം അപ്പോൾ അത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, എടാ പാമ്പി, നീ എൻ്റെ വള കട്ട് ചെയ്തോ, എന്നിട്ട് എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക കേട്ടോ. നിൻ്റെ ഒരു വള, എടി ഒന്നും മിണ്ടാതിരിക്കടി, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയാം കേട്ടോ. നീ വള കട്ട് ചെയ്ത് ഒരു ബ്ലേഡ് പോലെ ആക്കി കയറ് കട്ട് ചെയ്യാനോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുക കേട്ടോ. നീ മിണ്ടാതിരിക്കടി, ആ ഗുണ്ടകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നീ സിഗ്നൽ താ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ വിക്രം കൈകൾ കൂട്ടിക്കെട്ടിയ കയറെങ്ങനെ പതുക്കെ കട്ട് ചെയ്യാണ് വള ഉപയോഗിച്ച്. വിക്രം രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം നീ രക്ഷപ്പെട്ടോ, എന്നെയും കൂടി വേഗം കെട്ടഴിക്കടാ, എനിക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം, വേഗം എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിന്നെ രക്ഷപ്പെടുത്താൻ വന്ന ഞാൻ കുടുങ്ങി, ഇനിയും പ്രശ്നത്തിൽ പെടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്തായാലും ഓടി രക്ഷപ്പെടാൻ പോവാൻ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നെ ചതിച്ചാലുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ കൂവി എല്ലാവരെയും ഗുണ്ടകളെയൊക്കെ വിളിക്കും എന്നും പറഞ്ഞ് എല്ലാം ബഹളമുണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ വിക്രം പറയും, മിണ്ടാതിരിടി, അവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ നിൻ്റെ കെട്ടഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എണീറ്റ് വേഗം തന്നെ വേദയുടെ കെട്ടെല്ലാം അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേഗം വാ, എൻ്റെ പിറകെ ഓടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടുകയാണ്. ഇത് കാണുന്ന ഗുണ്ടകളും പിറകെ ഓടുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഓടുകയാണ്.